എന്താണെന്നറിയുമോ പ്രജൻ, ഇവിടെ ഈ ഇതിനകത്ത് ഭാഷയില്ല, സംസാരങ്ങളില്ല, ഈവൻ രാജ്യങ്ങൾ പോലും ഇല്ല. ഇവിടുത്തെ കല്യാണവും ദാമ്പത്യവും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ തന്നെ സഹോദരിയുടെ മകൾ ലാവണ്യ ഇവിടെ ഉണ്ട്. രാവിലെ അന്വേഷിക്കുന്നത് ഇവിടുത്തെ തന്നെ ഒരു സയൻറ്റിസ്റ്റിനെയാണ്, അദ്ദേഹം ആന്ധ്രാപ്രദേശിൽ നിന്നാണ്. അപ്പോൾ ഇങ്ങനെ ഞാൻ പറയായിരുന്നു, അപ്പോൾ അദ്ദേഹം ഒരു അടിമുടി പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു സയൻറ്റിസ്റ്റാണ്. അപ്പോൾ ഈ സയൻറ്റിസ്റ്റും ഈ ഇദ്ദേഹം തമ്മിലുള്ള ദാമ്പത്യം ഒരു സിനിമയാക്കിയാൽ നന്നായിരുന്നു എന്ന് ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞു. ലാവണ്യ, ഹൗ ആർ യു? ഇതാണ് നമുക്ക് ആ സിനിമയാക്കാൻ പറ്റിയ ആള്. എങ്ങനെയുണ്ട് ജീവിതം ഇവിടെ? ജീവിതം വളരെ നല്ലതാണ്. എയറോ ഷോ കണ്ടിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? എയറോ ഷോ ഹൈലി എക്സൈറ്റിംഗ് ആണ്. തെലുങ്ക് നാട്ടുകാരെ കല്യാണം കഴിച്ചു ഞാൻ പ്രേക്ഷകരോട് പറഞ്ഞു. സിനിമയാക്കാൻ ഞാനും കാത്തിരിക്കുക. അങ്ങനെയെങ്കിലും റിയൽ ലൈഫും നമുക്കൊന്നും അറിയാമല്ലോ. നമ്മുടെ മാഡം എത്തിയിട്ടുണ്ട്. മാമിക്കെല്ലാം കാണിച്ചു കൊടുക്കുന്നത് എങ്ങനെയുണ്ട് ഇവിടെ എത്തിയിട്ട്? എത്തിയിട്ടുണ്ട്. പറയുന്നത് ഇത് കാണേണ്ട കാഴ്ച തന്നെ. അപ്പൊ ഇനി തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. ഇപ്പൊ തന്നെ ഭയങ്കര സർപ്രൈസ് ആയിട്ടിരിക്കുവോ. എനിക്ക് ഭയങ്കര സർപ്രൈസ് ആയിട്ടുണ്ട്. 12 മണിക്കാണ് നമ്മുടെ എയർ ഷോ സ്റ്റാർട്ട് ചെയ്യുക. മാഡം കണ്ടിട്ടല്ലേ പോകുള്ളൂ നമ്മൾ? തീർച്ചയായും ഭയങ്കര സന്തോഷം. ഒരുപാട് മലയാളി ഓഫീസേഴ്സ് ഉണ്ട് ഇവിടെ, അവരൊക്കെ നമ്മൾ പരിചയപ്പെടാൻ വരുന്നുണ്ട്. 24-ന്റെ പ്രേക്ഷകരാണെന്നാണ് പറയുന്നത്. അതെ തീർച്ചയായും ഒരുപാട് പേര് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. തീർച്ചയായും. ഓക്കെ ഞങ്ങൾ 2 പടമൊക്കെ എടുക്കുക. യലഹങ്ക വ്യോമതാവളത്തിൽ നിന്നാണ് നമ്മൾ ഈ പറയുന്നത്. ഇദ്ദേഹത്തിന് എന്തോ പറയാനുണ്ട്. നമ്മുടെ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട്? അല്ല, എന്റെ അവതരണം പോട്ടെ. എന്റെ അവതരണം പച്ചരി വാങ്ങിക്കണ്ടേ, മലയാളിയുടെ ഭാഷ പറഞ്ഞു. നല്ല പെർഫോമൻസ് ആയിരുന്നു. സംഭവം കിട്ടില്ല അല്ലേ? ലക്ഷക്കണക്കിന് ആൾക്കാർ വരുന്നുണ്ടല്ലോ ഇവിടെ. തീർച്ചയായിട്ടും. ഒരു 9 മണി കഴിയുമ്പോൾ ഇവിടെ നിൽക്കാൻ സ്ഥലം ഉണ്ടാവില്ല, അത്രയും നല്ല തിരക്കാണ് ഇവിടെ. എയർ ഷോ ഏഷ്യയൊക്കെ ബിഗ്ഗസ്റ്റ് ആണ്. മാക്സിമം എല്ലാവരും ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്, എല്ലാ കൺട്രിയിലെയും. നല്ല പെർഫോമൻസ് ആണ്. മാത്രല്ല ഇവിടെ എനിക്ക് തോന്നുന്നത് ഞാൻ പറഞ്ഞില്ലേ, ദമ്പതികളെ പറഞ്ഞില്ലേ, ഇതിനകത്ത് ഇവിടെ ജാതി മത വർണ്ണ വ്യത്യാസമൊന്നുമില്ല. നമ്മള് വി ആർ ഇൻട്രൊഡ്യൂസിംഗ് പ്രൗഡ്ലി. പേര് മായ ഷാജി. സ്ഥലം എവിടെയാ? നിങ്ങൾ എവിടെ വെച്ച് കണ്ടുമുട്ടി? ഞങ്ങള് മലപ്പുറം എയറോ ഷോയിൽ എവിടെയാണ് കണ്ടുമുട്ടി? എയറോ ഇന്ത്യ എങ്ങനെ നടക്കുമ്പോൾ കണ്ടുമുട്ടി? അല്ലല്ല, ഇതിന് മുന്നേ തന്നെ 2092 ഈ പ്രണയ വല്ലരി പൂത്തൊലഞ്ഞിട്ട് ഇപ്പൊ എത്ര കാലമായി? ഇപ്പം 25 വർഷത്തിന് വല്ലരി കുഴപ്പമൊന്നുമില്ല. ഒരു കുഴപ്പമില്ല, നല്ലതായിട്ട് പോകുന്നു. ഓക്കെ. അപ്പൊ ഈ പട്ടാള ജീവിതവും ഈ ദാമ്പത്യ വല്ലരിയും തമ്മിൽ വലിയ പ്രശ്നമൊന്നുമില്ല. ഇച്ചിരി പ്രോബ്ലം ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. ഡ്യൂട്ടി പ്രോബ്ലം ഉണ്ടെന്ന് ഭാര്യയുടെ നോട്ടത്തിൽ എനിക്ക് മനസ്സിലായി. ഇല്ല, പ്രോബ്ലം അങ്ങനൊന്നും ഇല്ല. സുഖമായിട്ട് ഒന്നിച്ച് ലീവ് കിട്ടുന്നുണ്ട്, ഒന്നിച്ച് ഞങ്ങൾ പോയി വരുന്നുണ്ട്. പിന്നെ ദാമ്പത്യ ജീവിതം നല്ല സുഖകരം. അല്ല, പിന്നെ എനിക്കൊരു സ്വകാര്യം ചോദിക്കാം. അത് ഞാൻ ചോദിച്ചില്ലേ, നിങ്ങൾ കായബലം കൂടിയവരാണല്ലോ നിങ്ങൾ സൈനികരെന്ന് പറയുന്നത്. അപ്പം ഈ സാധാരണ ഭാര്യ ഭർത്താവ് എന്ന് പറഞ്ഞാൽ അടിപിടിയൊക്കെ ഉണ്ടല്ലോ. ഇല്ല, അങ്ങനെയുള്ള ഒന്നുമില്ല. തലമുട്ടി തെറിക്കുമല്ലോ ഒറ്റ ഇടിയല്ലേ, കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇത് എയറോ ഷോ സൂപ്പർ അല്ലേ? എയറോ ഇന്റർനാഷണൽ എയർ ഷോ അല്ലേ, വളരെ നല്ലൊരു. ഇനി എത്ര ദിവസം? 2 ദിവസം കൊണ്ട്. ഇത് 3-ാം ദിവസമാണ്. അപ്പൊ ഓക്കെ, താങ്ക് യു. നിങ്ങളെ കാണാൻ പറ്റിയത്. നിങ്ങളുടെ ദാമ്പത്യത്തിന് ഇത്തിരി ലേറ്റ് ആയിട്ടാണല്ലോ ആശംസകൾ. ഓക്കെ, താങ്ക് യു. അപ്പൊ അതാണ് എന്റെ കാര്യം എന്ന് പറയുന്നത് അല്ലേ പ്രജനി? കാരണം ഈ മിലിറ്ററി ദാമ്പത്യം നമുക്കറിയത്തില്ലല്ലോ, അതല്ലേ എന്റെ ഇഷ്യൂ. അടി ഉണ്ടാക്കുന്നതിന് മുമ്പ് നമ്മളത് മാറ്റി. ഓക്കെ.